നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. എക്സാലോജിക് കേസിൽ പല വമ്പൻ സ്രാവുകളും ലോക്സഭാ ഇലക്ഷനു മുൻപ് അറസ്റ്റിലാകും എന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഉടൻ തന്നെ ED ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനു മുന്നോടിയായാണ് CMRL കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയെ ED രാത്രി 11:30 വരെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. കരിമണൽ കമ്പനിയായ CMRLലെ ഉദ്യോഗസ്ഥർ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. കമ്പനിയിലെ ഉയർന്ന പദവിയിലുള്ള മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് EDയുടെ അടുത്ത നീക്കം. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും നടന്നു വരുന്നുവെങ്കിലും ശുപാർശകൾക്കോ സ്വാധീനത്തിനോ വഴങ്ങാത്ത EDയുടെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്ന ഉത്കണ്ഠയിലാണ് ഇപ്പോൾ CPM. കേരളത്തിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പ് സർവേകളിലെയും UDF മുന്നേറ്റം പ്രവചിക്കുന്ന ഈ അവസരത്തിൽ വീണയെ ED ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ലഭ്യമാകാൻ സാധ്യതയുള്ള സീറ്റുകൾ കൂടി നഷ്ടപ്പെടും എന്ന ഭയത്തിലാണ് മുഖ്യമന്ത്രിയും CPMഉം ഉള്ളത്. ഇതിനിടയിൽ പാർട്ടിയെ കുരുക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് CMRL കമ്പനി 14 കോടി രൂപ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി പാർട്ടി നേതാവിന് നൽകി എന്നുള്ള വിവാദമാണ്. അതിനെയും ഇതിനോടൊപ്പം ചേർത്ത് ED ചോദ്യം ചെയ്യുന്നത് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കരിമണൽ ഖനനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷവും കേരള തീരത്ത് കരിമണൽ ഖനനം നടത്താൻ CMRLന് എങ്ങനെ കഴിഞ്ഞു എന്നത് ഈ കേസിൽ എത്ര വമ്പന്മാർ ഇടപെട്ടു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ്. കമ്പനി ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാർ, അക്കൗണ്ടന്റ് വാസുദേവൻ എന്നിവരെ കഴിഞ്ഞ 3 ദിവസമായി ED ചോദ്യം ചെയ്തു വരികയായിരുന്നു. എങ്കിലും ഇവർ ആരും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്നത് തന്നെ ഈ കേസിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകൾ നടന്നു എന്ന് ഉറപ്പിക്കാം. ഈ നാടിന്റെ ഏറ്റവും വലിയ ധാതു സമ്പത്ത് ഒരു നിയമവും പാലിക്കാതെ സ്വകാര്യ ഇടപെടലിലൂടെ വിൽക്കുക, അത്തരം ബിസിനസ് ഇടപാടുകൾക്ക് ഇല്ലാത്ത സേവന ചാർജ് ഇനത്തിൽ കോടികൾ കൈപ്പറ്റുക, അതും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ. കേരളം ഓരോ ദിവസവും വാർത്തകൾ കേട്ട് പകച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരു പണിയും ചെയ്യാതെ ആഡംബര ജീവിതത്തിലേക്കുള്ള ഒരു തുറന്ന വാതിലായും, അതുപോലെ അധികാരങ്ങൾ എന്നത് വമ്പൻ കോർപ്പറേറ്റുകളുമായി ചേർന്ന് കോടികൾ അനധികൃതമായി സമ്പാദിക്കാനുള്ള മാർഗമായും മാറിയിരിക്കുന്നു. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലവും എത്തിച്ചേർന്നിരിക്കുന്നു. കോടികൾ വാരി വിതറി സർവ്വ പാർട്ടികളും പ്രചാരണങ്ങൾ പരമാവധി മോടി പിടിപ്പിക്കുന്നു. പാറ ചുമക്കുന്നവനും മരം വെട്ടുകാരനും കൽപ്പണിക്കാരനും വയലിൽ പണി ചെയ്യുന്നവരും ഒക്കെ ഒരു ദിവസത്തെ ശമ്പളം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവർ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിൽ എത്തി കൊടും ചൂടത്ത് വിയർത്തൊലിച്ച് ആവേശത്തോടെ വോട്ട് രേഖപ്പെടുത്തും. പിന്നെ ഫലം വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. സ്വന്തം സ്ഥാനാർത്ഥി തോറ്റുപോയാൽ വലിയ ഹൃദയവേദന, ജയിച്ചാൽ സർവർക്കും പാർട്ടി നൽകി ആഹ്ലാദം പങ്കിടും. അങ്ങനെയുള്ള നിഷ്കളങ്കരായ പാർട്ടി അണികളുടെ നാടാണ് നമ്മുടേത്. അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങളെ മറന്ന് എങ്ങനെയും പണമുണ്ടാക്കുവാനുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ആർത്തി അത് എന്ന് അവസാനിക്കും? ന്യൂസ് ഡെസ്ക്, ചാനൽ 91.